മുല്ലപ്പെരിയാറിനെ ഓർത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടതെന്ന് ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാതെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണം. ഭരണപക്ഷവും പ്രതിപക്ഷവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. ഇത് ഏത് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഇതൊരു അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനം, ഒരു ഡാം, അത് പൊട്ടി ഇവിടെ അപകടമൊക്കെ ഉണ്ടായി, ആളുകൾ മരിച്ചുപോയാൽ പിന്നെ ഇവിടെ എന്ത് ബാങ്കാണുള്ളത്, എന്ത് വോട്ട് ബാങ്കാണുള്ളത്? ഇത് മാനുഷികമായ വിഷയമാണ്. ഇത് മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു വോട്ട് ബാങ്ക് എന്നല്ല, ഇതിന്റെ പിന്നിൽ എന്തോ തന്ത്രങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ ഇത്രയും ആശങ്കപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടത്തിന് എന്താ കഴിയാതെ പോകുന്നത്? അത് ഭരിക്കുന്ന ഗവൺമെന്റ് മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷം ആരാണ് ഇതിനുവേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പ്രശ്നത്തെ പരിഹരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനായിട്ട് ബലമുള്ള, കരുത്തുള്ള ഒരു പ്രതിപക്ഷ ഈ നാട്ടിൽ ഇല്ലാതായി മാറിയിരിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടി ഇവിടെ ആരും ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇന്നലെ ആണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി പ്രസ്താവന ഇറക്കിയത്. ഇതിന്റെ ചുവട്ടിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കും എന്ന് ആകുലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആകുലതയാണോ പ്രശ്നപരിഹാരത്തിന് അനിവാര്യമായിട്ടുള്ളത്? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി അവർ അടിയന്തരമായിട്ട് ഇടപെടുന്ന ഈ വിഷയത്തിന്റെ അകത്ത്. ഇതാരും അറിയാത്തൊരു പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് പുറലോകം അറിയാത്ത വാർത്തയൊന്നുമല്ലല്ലോ. ഇത് ഇത്രയും കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതാരോ പറഞ്ഞു കേട്ടിട്ട് വെറുതെ അങ്ങ് ആശങ്കപ്പെടുകയാണ്. ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്? മനുഷ്യന്റെ ജീവന് സുരക്ഷ വേണ്ടേ? ആരാണ് പറയുന്നത്? നാട്ടിലെ മനുഷ്യരല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് പ്രതിനിധിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയാണ് പറയുന്നത്. അപ്പൊ ഈ ആശങ്കപ്പെടലോ ഈ സഹതാപ വാക്കൊന്നും അല്ല ഈ നാട്ടിൽ അനിവാര്യമായിട്ടുള്ളത്. ഇത് അടിയന്തര പ്രാധാന്യത്തിൽ ഇടപെടലുണ്ടാകണം. ഇവരുടെ സ്വാധീനങ്ങൾ മുഴുവൻ ഉപയോഗിക്കണം. ഇതിനകത്ത് ഇടപെടലുണ്ട്. ഇനി എങ്ങനെ ഇടപെടണം? ഇപ്പം ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത്, കേരള ഗവൺമെന്റ് നിലപാടെന്ന് പറയുന്നത് പുതിയ ഡാം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാടെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അത് ഒരു ശാശ്വതമായ പരിഹാരം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതാണോ അനിവാര്യമായിട്ടുള്ളത്? ഒരു ഡാം പണിയണമെങ്കിൽ അത് ഏത് സർക്കാരിൻ്റെ കാലത്താണ് പണി പൂർത്തിയാക്കാൻ പറ്റുക? ഇത് ഇന്ന് തുടങ്ങി നാളത്തെ കഴിഞ്ഞ് തീരുന്ന സംവിധാനമാണോ ഒരു പുതിയ ഡാം എന്ന് പറയുന്നത്? പുതിയ ഡാമാണ് ശാശ്വതമായ പരിഹാരം. പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ ദുർഘടമായ ഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട്, ഞങ്ങളുടെ തീരുമാനം, ഞങ്ങൾ അതിനുള്ള ചർച്ചയിലാണ്, അതിൻ്റെ പേപ്പർ വർക്കിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ തീരുമാനം പുതിയ ഡാമാണെന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ടതെന്താണ്? പരമാവധി ജലത്തിൻ്റെ സംഭരണശേഷിയിൽ ആ ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. പരമാവധി കുറയ്ക്കുക.